അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സദസ്സിൻ്റെ ജനപക്ഷ വികസന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാന്യനായ ടി ആരിഫ് അലി സാഹിബ്, ശ്രീ ടി ടി ശിവകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സോളിഡാരിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ടി മുജീബുർ റഹ്മാൻ, ശ്രീമാൻ സി ആർ നീലകണ്ഠൻ, SIO സംസ്ഥാന പ്രസിഡന്റ് അമീൻ യാസിർ, SIO സംസ്ഥാന പ്രസിഡന്റ് ഷിഹാബ് കോക്കൂട്ടൂർ, സോളിഡാരിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷബീബ്, വേദിയിലും സദസ്സിലുമുള്ള മഹാത്മാക്കളെ, സമര സഖാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ആദ്യമായി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് സദയം സന്ദർഭം അനുവദിച്ച സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ് മുജീബുർ റഹ്മാൻ സാഹിബിന് ഞാൻ നന്ദി പറയുന്നു. ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും ശരിയാവും. ഒരുപാട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. വന്നില്ലെങ്കിൽ അതൊരു വലിയ ഖേദമാകുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞത്. എൻ്റെ ജീവിതത്തിലെ ഒരു സൗഭാഗ്യ സുദിനമായാണ് ഈ സന്ദർഭത്തെ ഞാൻ കാണുന്നത്. അങ്ങനെ പറയാൻ കാരണം സോളിഡാരിറ്റിയുടെ ഒരു സമ്മേളനമായതുകൊണ്ടല്ല. ഈ സമ്മേളനത്തിൽ കേരളത്തിലെ ജനപക്ഷ വികസനത്തിൻ്റെ സമരനായകന്മാരെ അണിനിരത്തി അവരെ ആദരിച്ചു. അതിന് ഈ സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പതിനായിരങ്ങളുടെ ഒത്തുകൂടി. ഇത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു പ്രതീക്ഷയുടെ കൈത്തിരി ഉയരുകയാണ്. കാരണം ഇത് പശ്ചിമ ബംഗാളിലോ ഛത്തീസ്ഗഡിലോ അതുപോലെ അനേകം 1000 ഏക്കർ ഭൂമി ബഹുരാഷ്ട്ര കുത്തകകൾക്ക് വേണ്ടി സർക്കാർ പിടിച്ചെടുത്ത്, ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്ത്, അതിലെ ജനങ്ങളെ അവരുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്ന് അടിച്ചോടിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇതുപോലൊരു സമ്മേളനം നടന്നതെങ്കിൽ അതും അടിച്ചോടിക്കപ്പെടുമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത്രമാത്രം ജനവിരുദ്ധമായ വികസനത്തിന്റെ പേരിൽ നടക്കുന്ന കൊള്ളകളെ എതിർക്കാൻ മുന്നോട്ട് വരുന്നവരെ ഭീകരമുദ്ര ചുമത്തി അതിഭീകരമായി വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഉത്തരേന്ത്യയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത്.
ശ്രീമാൻ വി.ആർ. കൃഷ്ണയ്യരുടെ ഒരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് കോൺഗ്രസുകാരെ പിടിച്ച് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യം നേടിയപ്പോൾ കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ച് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കാലത്ത് നക്സലറ്റുകളെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. ഈ ശൃംഖല തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഒരുപക്ഷെ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബിനോട് ഈ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ജീവന്റെ ഒരു തിളക്കം ഈ സമൂഹം ചത്തിട്ടില്ല എന്നതിൻ്റെ ഒരു ലക്ഷണം ഈ സമ്മേളനം തെളിയിച്ചു. പക്ഷെ ഞാൻ പണിയെടുക്കുന്ന ഛത്തീസ്ഗഡിലും ഝാർഖണ്ഡിലും ബംഗാളിലും ബീഹാറിലുമൊക്കെ സിവിൽ സൊസൈറ്റി ഇല്ല. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നക്സലുകൾക്ക് മുദ്ര കുത്തിക്കൊണ്ട് അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ വ്യോമാക്രമണം നടത്തിപ്പോലും നക്സലേറ്റുകളെ തകർക്കുന്നതിനെ കുറിച്ച് നമ്മുടെ ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നക്സലേറ്റുകളുടേതാണെന്ന് സർക്കാർ പറഞ്ഞു, നമ്മുടെ മൻമോഹൻ സിംഗ് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ രാജ്യം വികസിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്തിന്റെ പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഈ രാജ്യത്തിന്റെ മൊത്തം ഉൽപാദനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, പുരോഗതിയിലേക്ക് നമ്മൾ ഉത്തുംഗപതനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഭരണകൂടത്തിന് എന്തുകൊണ്ട് ഈ രാജ്യത്തെ 600ഓളം ജില്ലകളിൽ 200ലും നക്സലേറ്റുകൾ അധികാരം വാഴേണ്ടി വരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ജനങ്ങൾ പൊറുതിമുട്ടിയിട്ട്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ജനങ്ങൾ പൊറുതിമുട്ടിയിട്ട് നക്സലുകളോട് അനുഭാവം പുലർത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചത്. ഇവിടെ ഈ കേരളീയ സമൂഹത്തിൽ ജനങ്ങളുടെ പ്രതികരണശേഷി ഇനിയും ബാക്കി നിൽക്കുന്നു. ഒരുപക്ഷെ പ്രതികരണശേഷി നഷ്ടപ്പെടാത്ത മനുഷ്യരുടെ ഈ കൂട്ടായ്മ തെളിയിക്കുന്നത് ഈ രാജ്യത്തിന് ഒരു പ്രത്യാശാപൂർണമായ ഭാവിയുണ്ട് എന്നാണ്. ഇത് തീർച്ചയായും കേരളത്തിന് മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും വെളിച്ചം പകരുന്ന, പ്രത്യാശയുടെ തിരുനാളം ഉയർത്തുന്ന ഒരു വലിയ ചരിത്ര സംഭവമായാണ് ഈ സമ്മേളനത്തെ ഞാൻ കാണുന്നത്. ഇതിലൂടെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാജ്യത്തെ സമരപ്രവർത്തകർക്ക് ഒരു പുതിയ സമരമുഖം തുറക്കാൻ, ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളയുടെ, രാജ്യത്തെ ഒന്നടങ്കം കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന പകൽ കൊള്ളയുടെ മുമ്പിൽ ശക്തമായി പ്രതികരിക്കാനും അതിനെതിരിൽ രംഗത്ത് വരാനും നമ്മുടെ നാട്ടിലെ ഇനിയും ആത്മവീര്യം നശിച്ചിട്ടില്ലാത്ത, ഇനിയും പൂർണ്ണമായും തങ്ങളുടെ എല്ലാം ഇവിടുത്തെ ഭരണകൂടത്തിന് അടിമപ്പെടുത്തിയിട്ടില്ലാത്ത സ്വാതന്ത്ര്യേച്ഛുക്കളായ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ വികസനം, ജനപക്ഷ വികസനം എന്നതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. ഇന്ത്യയിലെ വിശേഷിച്ചും മെട്രോപൊളിറ്റൻ സിറ്റികളിലെ എയർപോർട്ടുകളിലൂടെ, ചുവന്ന പരവതാനി വിരിച്ച എയർപോർട്ടുകളിലൂടെ നടക്കുമ്പോൾ നമ്മുടെ മെട്രോ റെയിൽവേ സ്റ്റേഷനുകളിലൂടെ, റെയിൽവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പട്ടണങ്ങളിൽ ഉയർന്നു വരുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന വലിയ വലിയ വ്യവസായശാലകൾ കാണുമ്പോൾ, അണു റിയാക്ടറുകൾ കാണുമ്പോൾ, ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് അതിൻ്റെ സാമ്പത്തികവും സാമൂഹികവും സൈനികവുമായ വളർച്ചയിൽ
ഒരു വേള നമുക്ക് സന്തോഷം തോന്നും, രാജ്യം പുരോഗമിക്കുകയാണല്ലോ എന്ന്. പക്ഷെ അതിൻ്റെ മറുവശം നമ്മുടെ ഉദ്ഘാടകൻ ശാന്തിഭൂഷൺ മനോഹരമായി പറയുകയുണ്ടായി. അതിൻ്റെ മറുവശം അർജുൻ സെൻഗുപ്ത, ഇന്ത്യയിലെ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മിറ്റി അർജുൻ സെൻഗുപ്ത സമർപ്പിച്ച റിപ്പോർട്ടിൽ അദ്ദേഹം പറഞ്ഞു, ഈ രാജ്യത്തെ 78% ജനങ്ങൾ ദിവസം 20 രൂപയിൽ താഴെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിലെ സാധാരണക്കാരന് അത് മനസ്സിലാവുകയില്ല. അവരെ കാണുന്ന, അവരുമായി ഇടപഴകാൻ കഴിയുന്ന, അവർക്കിടയിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലക്ക് ആ സത്യം സർക്കാരിന്റെ ഒരു കമ്മിറ്റിയുടെ പ്രതിനിധി എന്ന നിലക്ക്, ഈ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ എക്കണോമിസ്റ്റ് എന്ന നിലക്ക് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നമ്മുടെ ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അർജുൻ സെൻഗുപ്ത മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ 60 വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യത്തെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നമ്മുടെ വിനായക് സെന്നിന്റെ കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. വിനായക് സെന്നിനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി നക്സലറ്റ് എന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിനെതിരിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. വിനായക് സെൻ ചെയ്ത കുറ്റം എന്താണെന്നറിയാമോ? അദ്ദേഹം ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും കുറിച്ച് പഠിച്ചു. അവരുടെ അവസ്ഥയെക്കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, 25 ലക്ഷം കുട്ടികൾ വർഷം തോറും ഇന്ത്യയിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഭക്ഷണവും മരുന്നും കിട്ടാതെ മരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് വംശഹത്യ എന്നാണ്. ഈ വംശഹത്യക്ക് ഉത്തരവാദി ഇന്ത്യ ഭരണകൂടമാണെന്നും ഭരണകൂടത്തെ കുറ്റവിചാരണ ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ചെയ്ത, വിനായക് സെൻ ചെയ്ത തെറ്റ് അതായിരുന്നു. നിങ്ങൾക്കറിയാമോ, അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ 25 ലക്ഷം കുട്ടികൾ, അവരിലെ മഹാഭൂരിപക്ഷം ദളിതുകളും ആദിവാസികളും പിന്നോക്ക ന്യൂനപക്ഷങ്ങളുമാണെന്ന് പറഞ്ഞു. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ന്യൂനപക്ഷങ്ങളുമാണെന്ന് പറഞ്ഞു. എനിക്കറിയാം, നോർത്ത് ഈസ്റ്റിലെ മണിപ്പൂരിലും ആസാമിലും മേഘാലയയിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിലും, എത്ര കുട്ടികളെ വേണമെങ്കിലും വിലക്ക് വാങ്ങാൻ കിട്ടും. ഭക്ഷണത്തിന് വകയില്ലാത്തത് കൊണ്ട് സ്വന്തം കുഞ്ഞുങ്ങളെ വിൽക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഞാൻ ഓർക്കുന്നത്, കേരളത്തിലെ മുസ്ലിം ഓർഫനേജുകൾ, കേരളത്തിലെ ഓർഫനേജുകളിൽ പലതും മണിപ്പൂരിൽ നിന്നും മേഘാലയയിൽ നിന്നും കുട്ടികളെ ഇവിടെ ഓർഫനേജിലേക്ക് കൊണ്ടുവന്നു. അവിടെ ചെന്നാൽ എത്ര കുട്ടികളെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അത്രമാത്രം ദാരിദ്ര്യത്തിന്റെ കടുത്ത പീഡനം അനുഭവിക്കുന്ന ഒരു ജനതയാണ് ആ പ്രദേശങ്ങളിലുള്ളത്. അതോ ആ പ്രദേശങ്ങൾ ഛത്തീസ്ഗഡും ഝാർഖണ്ഡും അതുപോലെ ഒറീസയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വിലപ്പെട്ട, ഈ രാജ്യത്തെ ഏറ്റവും വലിയ, വളരെ വിലപ്പെട്ട അമൂല്യമായ ഖനിജങ്ങളുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങൾ ഇന്ന് ബഹുരാഷ്ട്ര കുത്തകകൾക്ക് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഝാർഖണ്ഡിന്റെയും ഛത്തീസ്ഗഡിന്റെയും വിശാലമായ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത് 1000-കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമി വെറുതെ കാലിയിട്ടിരിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. എനിക്ക് കിട്ടിയ മറുപടി, അതെല്ലാം സർക്കാർ അക്വയർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. കൃഷി അവിടെ നടക്കുന്നില്ല. കർഷകർക്ക് ഒന്നും കിട്ടിയിട്ടുമില്ല. വർഷങ്ങളായി അക്വിസിഷന് വേണ്ടിയുള്ള നോട്ടീസ് കൊടുത്ത് കൃഷി നഷ്ടപ്പെടുത്തി കർഷകരെ ഇപ്പോഴും നിസ്സഹായമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, തിളങ്ങുന്ന ഇന്ത്യയുടെ ചിത്രത്തിന്റെ മറുഭാഗത്ത് നമ്മുടെ നാട്ടിലെ ചേരികളിൽ നിന്ന്
കാടുകളിൽ നിന്ന് ആട്ടിയിറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദിവാസികളും ചേരി നിവാസികളും എന്ന് നിരന്തരം നമ്മുടെ വാർത്തകളിൽ തലം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ അണക്കെട്ടുകൾക്ക് വേണ്ടിയും വലിയ വലിയ ഹൈവേകൾക്ക് വേണ്ടിയും വിശാലമായ 1000 മുതൽ 14,000 വരെ ഏക്കർ ഭൂമി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾക്ക് വേണ്ടിയും അക്വയർ ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന മനുഷ്യർ, മാന്യമായ പ്രതിഫലം പോലും ലഭിക്കാതെ പുറത്താക്കപ്പെടുന്ന മനുഷ്യർ, ഈ ഒരു സാഹചര്യം ആണ് വികസനത്തിന്റെ മറുവശം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ വികസനത്തിന്റെ പേരിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന, വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന വ്യവസായശാലകളും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളും എന്താണ് സംഭാവന ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് നമ്മുടെ കേരളത്തിലെ പ്ലാച്ചിമടയും നമ്മുടെ കാസർഗോഡും ഒക്കെ തന്നെ. ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് പാടിയ കൊച്ചുപയ്യൻ എൻഡോസൾഫാനിന്റെ ഇരയാണ്. കണ്ണില്ലാത്ത ആ കൊച്ചുപയ്യന്റെ പാട്ട് കേൾക്കുമ്പോൾ, ബുദ്ധിമാനായ ആ കൊച്ചുപയ്യന്റെ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിലൂടെ ഈ ആടുകയാണ് ചെയ്യുന്നത്. ഇന്ന് മണ്ണും വെള്ളവും വെണ്ണും എല്ലാം തന്നെ വിഷമയമാക്കി തീർന്നിട്ടുള്ള ഈ വികസന ഭീകരതയ്ക്കെതിരിലാണ് ഈ ജനപക്ഷ വികസന സമ്മേളനം ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് വികസനത്തെ വിരുദ്ധർ ഇത്തരം കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ വികസന വിരുദ്ധരെന്ന് മുദ്രകുത്തിക്കൊണ്ട് ആണ് രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് പോലെ, നക്സലേറ്റുകൾ എന്ന് പറയുന്നത് പോലെ വികസന വിരുദ്ധരെന്ന് പറഞ്ഞുകൊണ്ട് വായടപ്പിക്കുന്ന സമ്പ്രദായമാണ് കാണാൻ കഴിയുന്നത്. വികസന വിരുദ്ധരെന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ശബ്ദവുമില്ലാത്ത നിസ്സഹായരായ സാധാരണക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിനായക് അർജുൻ സെൻഗുപ്ത പറഞ്ഞ 78% വരുന്ന ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ചേരുന്ന ജനങ്ങൾ, അവരാണ് ഇവിടത്തെ GDP-യുടെ 51% ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അസംഘടിത മേഖലയിൽ തൊഴിലാളികളാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ 51% സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നേടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ രാജ്യത്തിന്റെ വികസനത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല. വികസനത്തിലെ ചർച്ചകളിൽ അവർക്ക് സ്ഥാനമില്ല. അവർ ഈ നാട്ടിൽ പുറമ്പോക്കിൽ താമസിക്കുന്നവരാണ്. ഈ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഈ ജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ആത്യന്തികമായി ഈ മണ്ണിനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഈ മണ്ണിലെ മനുഷ്യനെ പ്രതിനിധീകരിച്ചുകൊണ്ട്, ഈ പ്രകൃതിയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ ജനപക്ഷ വികസനത്തിന്റെ ആളുകൾ മുന്നോട്ട് വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് വികസനത്തിന്റെ പേരിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് ദാരിദ്ര്യം വളരെ ഭീകരമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു സാഹചര്യമാണ്. കർഷകർ, ലക്ഷലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉത്തരവാദപ്പെട്ടവരുടെ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളെ വിൽക്കുന്നത് ഉൾപ്പെടെയുള്ള നക്സലിസ്റ്റുകൾ എന്ന് പറഞ്ഞ് നക്സലിസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യർ, എല്ലാം വളമുട്ടുമ്പോൾ, എല്ലാ അടവുകളും തീരുമ്പോൾ മനുഷ്യൻ നിർബന്ധിതനായി ആയുധമെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ച ഇവിടുത്തെ ഈ ദാരിദ്ര്യം, ഭീകരമായ ദാരിദ്ര്യം ഈ രാജ്യത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് സമ്പന്നരുടെ ഒരു പട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജ്യത്തെ 40% വരുമാനവും അടക്കി വെച്ചിട്ടുള്ള 50 മുതലാളിമാർ അല്ലെങ്കിൽ 200 മുതലാളിമാർ, ഈ രാജ്യത്തെ സമ്പത്തിന്റെ വലിയൊരു ശതമാനം അടക്കി വെച്ചിട്ടുള്ളവർ, 20% വരുന്ന സമ്പന്നന്മാർ 80%, സമ്പത്തിന്റെ 80% അടക്കി വെച്ച ഈ രാജ്യത്ത് ഈ നാട്ടിലെ മനുഷ്യന് വേണ്ടി, ഈ നാട്ടിലെ ദരിദ്രർക്ക് വേണ്ടി സംസാരിക്കുകയാണ് ജനപക്ഷ വികസനത്തിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, ഈ പരിസ്ഥിതി പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വെള്ളവും മണ്ണും എല്ലാം തന്നെ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു പച്ചക്കറി ആത്മവിശ്വാസത്തോടുകൂടി, സമാധാനത്തോടുകൂടി നമുക്ക് കഴിയാൻ സാധ്യമല്ല. നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ആഹാര പദാർത്ഥം സമാധാനത്തോടുകൂടി കഴിക്കാൻ സാധ്യമല്ല. എല്ലാം വിഷമയമാക്കി മാറ്റിയിരിക്കുന്നു. ഈ പ്രകൃതിയെ
അതിന്റെ ചാരിത്രം തകർത്തുകൊണ്ട് അതിനെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഭാവി തലമുറകൾക്ക് വേണ്ടിയുള്ള ദൈവം നൽകിയ ഈ പ്രകൃതിയുടെ എല്ലാ സമ്പത്തും കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. ഒരു വിഭാഗം ആളുകളുടെ സ്വാർത്ഥത്തിന് വേണ്ടി, ഒരു വിഭാഗം ആളുകളുടെ ആർത്തിയെ സുഖിപ്പിക്കാൻ വേണ്ടി, ആർത്തി ശമിപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ, ഈ ഭൂമിയുടെ, ഈ പ്രകൃതിയുടെ എല്ലാ സമ്പത്തും കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാട്ടിലെ, ഈ ഭൂമിയിലെ മനുഷ്യന്റെ, ഇവിടുത്തെ മനുഷ്യന്റെ ഈ സംസ്കാരവും അവനാർജിച്ചിട്ടുള്ള എല്ലാ പരമ്പരാഗതമായ മൂല്യങ്ങളും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ വികസനത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തും ആതുര ശുശ്രൂഷ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ തന്നെ ഒരുപക്ഷെ യൂണിവേഴ്സിറ്റികൾ പോലും വിദേശ ശക്തികൾക്ക് കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നാട്ടിന്റെ സംസ്കാരം പോലും ഇന്ന് മറ്റുള്ളവർക്ക് പണയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനപക്ഷ വികസനത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇന്ന് ഒരു സമരത്തിന് വേണ്ടി ജനങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. വികസന വിരുദ്ധരെന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ വികസന വിരുദ്ധരല്ല. ഒരു പ്രതിവികസനത്തിന്റെ, ഒരു ബദൽ വികസനത്തിന്റെ മാർഗമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതെന്താണെന്ന് പരിശോധിക്കാൻ ഉത്തരവാദപ്പെട്ടവർ സന്നദ്ധമാകുമോ എന്നാണ് നമുക്ക് ചോദിക്കുവാനുള്ളത്. നേരത്തെ ആരിഫ് അലി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഈ സമ്മേളനം കവർ ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. ഈ സമ്മേളനം കവർ ചെയ്യാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് വന്നിട്ടില്ല. ഇവിടുത്തെ ഇലക്ട്രോണിക് മീഡിയ മുന്നോട്ട് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇലക്ട്രോണിക് മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളും മറ്റേതോ ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് എന്നാണ്. അതായത് ഇവിടുത്തെ ഔദ്യോഗികമായ വികസനത്തിന്റെ പേരിൽ ഈ രാജ്യം കൊള്ളയടിക്കുന്ന ഒരു വിഭാഗത്തിന്റെ കയ്യിലാണ് അവരുള്ളതെന്നാണ്. നന്ന ചുരുങ്ങിയത് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വർത്തമാനം പറയുന്ന നമ്മുടെ ഈ പത്രമാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വസ്തുതകളായി ചിത്രീകരിക്കാനുള്ള ഒരു വിശാലതയെങ്കിലും കാണിക്കേണ്ടതായിരുന്നു. അത്രമാത്രം അന്ധമായ പക്ഷപാതിത്വമാണ് നമ്മുടെ മീഡിയ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഏറ്റവും വലിയ ദുഃഖമാണ്. ഇവിടെ 3 ദിവസമായി നടന്ന സമ്മേളനത്തിൽ ഏതാണ്ട് 60ഓളം പ്രബന്ധങ്ങൾ സമർപ്പിക്കപ്പെടുകയുണ്ടായി. ഈ രാജ്യത്ത് ഒരു ബദൽ വികസനത്തിന്റെ സാധ്യത എന്താണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്, ബദൽ വികസനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. വളരെ കൃത്യമായ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് ഈ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. സോളിഡാരിറ്റി ഉൾപ്പെടെയുള്ള സമര സഖാക്കൾ എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് നമ്മുടെ വികസനത്തിന്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, അത് ആത്യന്തികമായി മനുഷ്യന് ഉപകാരപ്രദമായിരിക്കേണ്ടതുണ്ട്. മനുഷ്യവിരുദ്ധമായ വികസനമായിരിക്കാൻ പാടില്ലാത്തതാണത്. മനുഷ്യ ജീവിതത്തിൽ നിന്ന് വികസനത്തെ വെട്ടിമാറ്റാൻ സാധ്യമല്ല. മനുഷ്യ ജീവിതത്തിന് അവന്റെ യഥാർത്ഥത്തിലുള്ള വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതായിരിക്കണം വികസനം എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്തു നോക്കൂ, വികസനം എന്ന് പറയുമ്പോൾ ആരുടെ വികസനം എന്നത് മുഖ്യമായ ഒരു ചോദ്യ വിഷയമാണ്. ആരുടെ വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ ഒരു വിഭാഗം, ഒരു പിടി മുതലാളിമാരുടെ, സമ്പന്നന്മാരുടെ, സുഖിയന്മാരുടെ വികസനമാണോ ഉദ്ദേശിക്കുന്നത്? അതല്ല, ബഹുരാഷ്ട്ര സംഘങ്ങളുടെ, ബഹുരാഷ്ട്ര കുത്തകകളുടെ വികസനമാണോ ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന 98% വരെ 78% വരുന്ന ദരിദ്രനാരായണന്മാരായ ആളുകളുടെ വികസനമാണോ എന്നതാണ് ചോദ്യമുള്ളത്. ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും വികസനം എന്ന സങ്കല്പത്തിലേക്കാണ് എന്നതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. മറുഭാഗത്ത് വികസനം എന്ന് പറയുമ്പോൾ അത് സന്തുലിതമായിരിക്കണമെന്നാണ് നമുക്ക് പറയുവാനുള്ളത്. അത് മന്തുകാല് പോലെ ഒരു ഭാഗം മാത്രം തടിച്ചു കൊഴുത്തു പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എല്ലാവർക്കും അതിന്റെ പങ്കാളിത്തം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. കൃഷി, ഭൂമി അക്വയർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷേ രാജ്യത്ത് റോഡോ പാലമോ അല്ലെങ്കിൽ വ്യവസായമോ വരുന്നതിന് വേണ്ടി ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ ചേർന്നാണ്. വികസനവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാകേണ്ടതുണ്ട്. ഒന്നാമതായി മഹാത്മാഗാന്ധിയുടെ സ്വരാജിനെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ നാടിപ്പിടിപ്പ് മനസ്സിലാക്കിയ, ഈ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആത്മാർത്ഥമായി വേദനിച്ചിരുന്ന ഒരു മനുഷ്യനെന്ന നിലക്ക് സ്വരാജിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയപ്പോൾ നമ്മൾ സന്തോഷിച്ചു. ഈ രാജ്യം ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിലേക്ക്, ജനങ്ങൾക്ക് അധികാരം നൽകുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പോവുകയാണെന്ന് മനസ്സിലാക്കി.
പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടതുണ്ട്, ഒരു ചത്ത കുതിരയെയാണ് അവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലൂടെ നമ്മുടെ ഈ രാജ്യത്തെ നിയമത്തിലൂടെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പാച്ചിമടയിലും മറ്റു പ്രദേശങ്ങളിലും ഗ്രാമസഭകൾക്ക് തീരുമാനമെടുക്കാൻ അവകാശമില്ല. ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് വിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അവകാശമില്ല. ജനങ്ങളുടെ ഭൂമി സർക്കാർ അന്യായമായി കയ്യേറി അത് അക്വയർ ചെയ്ത് കൊള്ളയടിച്ചുകൊണ്ട് ബഹുരാഷ്ട്ര കുത്തകൾക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടെയും മാന്യമായ വില അവർക്ക് കിട്ടുന്നില്ല. ഈ രംഗങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്ന, ജനങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന, ഏറ്റവും ഒടുവിൽ ഈ വികസനം രാജ്യത്തിന് ആവശ്യമാണെന്നും ഈ നാട്ടിന് ആവശ്യമാണെന്നും കൂട്ടായി തീരുമാനിക്കാൻ കഴിയുന്ന ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഒരു വിഭാഗം അക്കാഡമിക പണ്ഡിതന്മാർ ബഹുരാഷ്ട്ര കുത്തകകളെ പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കങ്കാണിമാരായ ഉദ്യോഗസ്ഥന്മാരെ പിന്തുണച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. മറിച്ച് പഞ്ചായത്തുകളും ഗ്രാമസഭകളും സാധാരണക്കാരും ഉൾക്കൊള്ളുന്ന ഈ നാട്ടിലെ ജനവിഭാഗം, പൗരജനങ്ങൾ ചർച്ചകളിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ ഭൂമി അഥവാ കൈമാറപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ വില കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. മറുഭാഗത്ത് ആ ഭൂമി ഉപയോഗിച്ച് ഉണ്ടാക്കപ്പെടുന്ന വളർച്ചയുടെ വികസനത്തിന്റെ ഭാഗമായുള്ള ഗുണഭോക്താക്കൾ ആ ഭൂമിയുടെ ഉടമാവകാശികൾക്ക് കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്, ആയി മാറാൻ സാധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരുപക്ഷേ നമ്മുടെ നാട്ടിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി എന്ന് കൈയേറിക്കൊണ്ടിരിക്കുന്നവർക്ക് അവർക്ക് മാന്യമായ ഒരു പാരിതോഷികം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അവകാശം കൂടി, ഭാവിയിൽ അതിൽ അവകാശം കൂടി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉണ്ടാക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മുടെ സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യൽ എക്കണോമിക് സോണുകളിലെത്തി നിങ്ങൾക്കറിയാൻ കഴിയും. അവിടെ തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്ന എല്ലാ സർക്കാർ നിയമങ്ങളും കാറ്റിൽ പുറത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള ടാക്സ് നിയമങ്ങളും കാറ്റിൽ പുറത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രാജ്യത്തിനകത്ത് ഒരു രാജ്യം എന്ന നിലക്കാണ് ഇന്ന് എക്കണോമിക് സോണുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിന് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല പേര് സ്പെഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ സോൺ എന്നാണ് പറയാൻ കഴിയുന്നത്. പ്രത്യേക ചൂഷണത്തിന്റെ മേഖലകൾ എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള മേഖലകൾ യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തെ, അധ്വാനിക്കുന്നവരെ, ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ അവരെ കൊള്ള ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിലെ ഒരു വിഭാഗത്തെ മാത്രം ചടിച്ചു കൊഴുക്കാൻ പ്രേരിപ്പിക്കുന്ന ലാഭം കൊള്ള ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണുള്ളത് എന്നാണ്. ഇതുകൊണ്ടാണ് നാം ഇത്തരത്തിലുള്ള വികസനത്തെ ഏർത്തുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നമുക്ക് പറയാനുള്ളത് അത്തരത്തിൽ പ്രകൃതിക്ക് ദോഷം വരുത്താത്ത, മനുഷ്യന് ദോഷം വരുത്താത്ത, വരും തലമുറകളുടെ സമ്പത്ത് കൊള്ള ചെയ്യാത്ത തരത്തിലുള്ള ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന, ഇവിടെ ആവശ്യവും അത്യാവശ്യവും ആർഭാടവും ധൂർത്തുമൊക്കെ തന്നെ വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ വ്യവസായങ്ങളും ഈ നാട്ടിലെ എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുമൊക്കെ തന്നെ ഈ നാടിനും നാട്ടുകാർക്കും മനുഷ്യനും ഉപകാരമുള്ള ആവശ്യമുള്ള വസ്തുക്കൾ എന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ വികസനത്തിന്റെ കാഴ്ചപ്പാട് അതാണ്. അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട്. ഈ നാട്ടിൽ ഇവിടെ വളർന്നു വരുന്ന വ്യവസായങ്ങളായിരുന്നാലും ശരി, വികസന പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, അത് യഥാർത്ഥത്തിൽ തന്നെ ഈ നാടിന്റെ നന്മക്ക് പ്രയോജനപ്പെടുന്നതാണ് എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇന്ന് വളരെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വേൾഡ് ബാങ്കിന്റെയും IMF-ന്റെയും ഒക്കെ വലിയ വലിയ കോടികൾ കടമെടുത്തുകൊണ്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് മറുഭാഗത്ത് ചെറിയ ചെറിയ വികസന പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ പ്രാദേശിക റോഡുകളുടെ വികസനത്തിലൂടെ, അല്ലെങ്കിൽ ചെറിയ ചെറിയ നദീതല പദ്ധതികളുടെ വികസനത്തിലൂടെ, അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള വ്യവസായ വികസനങ്ങളിലൂടെയൊക്കെ തന്നെ ഈ നാട്ടിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുകയില്ലേ എന്ന് ന്യായമായും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് വരേണ്ടതുണ്ടെന്നാണ് ഇവിടെയുള്ള ഈ ജനപക്ഷ വികസനത്തിന്റെ ആളുകൾക്ക് പറയുവാനുള്ളത്. അവസാനമായി എനിക്ക് പറയുവാനുള്ളത്, ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട ഒരു കാര്യമുണ്ട്. ഉദ്ഘാടകൻ സംബന്ധമായി സൂചിപ്പിക്കുകയുണ്ടായി. അതായത് ഇപ്പോൾ ജപ്പാനിൽ അതിഭീകരമായ സുനാമിയും ഭൂകമ്പവും അതിഭയങ്കരമായ ആണവ സ്ഫോടനത്തിന്റെ സാധ്യതകളും നിന്നുകൊണ്ട് ജപ്പാൻ തന്നെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. മറുഭാഗത്ത് അമേരിക്കയിലും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലുമൊക്കെ തന്നെ പൊടിക്കാറ്റുകളുടെയും കത്രീനയുടെയും സുനാമിയുടെയും ഫലമായി
ഒരു പുതിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥം പറയുന്നു, ഭൂമിയിലും കരയിലും കടലിലും നാശം പ്രകടമായിരിക്കുന്നു മനുഷ്യന്റെ കരങ്ങളുടെ പ്രവർത്തനങ്ങളാൽ എന്ന് പറയുന്നു. ഈ സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് മൊത്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാര്യം നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതൊന്നും യാദൃച്ഛികമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. തീർച്ചയായും ഒരു അലൗകികമായ ശക്തിയുടെ ഇടപെടൽ ഇതിലില്ലേ എന്ന് നാം ന്യായമായി ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഒരുപക്ഷേ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ഭൗതികമായ വലിയ വലിയ സുഖഭോഗങ്ങളുടെയും ഒക്കെ ലോകത്തിലേക്ക് അന്ധമായി പോകുന്ന മനുഷ്യനെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി ദൈവം തമ്പുരാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഇടപെടലുകളല്ലേ ഇതെന്ന് ന്യായമായും ആലോചിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. വികസനവുമായി ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം പറയുവാനുള്ളത്, വികസനം നീതിപൂർവമായിരിക്കണം, മാനവികമായിരിക്കണം, അത് ആത്മീയവുമായിരിക്കേണ്ടതുണ്ട്, അതിന് ധാർമ്മികത ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ധാർമ്മികതയില്ലാത്തത് കൊണ്ടും മാനവികതയില്ലാത്തത് കൊണ്ടും ആത്മീയത നഷ്ടപ്പെട്ടത് കൊണ്ടുകൂടിയാണ് ആധുനിക കാലഘട്ടത്തിലെ വികസനം ഇന്ന് ഏറ്റവും ഭീകരമായ ഒരു മനുഷ്യവിരുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ വികസനത്തിന്റെ ആളുകൾ ചൂഷണം, മറ്റുള്ളവരെ എന്തും ചൂഷണം ചെയ്തുകൊണ്ട്, കൊള്ള ചെയ്തുകൊണ്ട്, അവന്റെ ഭക്ഷണത്തിലും അവന്റെ വെള്ളത്തിലും അവന്റെ ജീവിതത്തിലും വിഷം കലർത്തിക്കൊണ്ട് അവനെ ചൂഷണം ചെയ്തുകൊണ്ട് പണമുണ്ടാക്കുക എന്നൊരു കാഴ്ചപ്പാടിലൂടെ, മനുഷ്യവിരുദ്ധമായ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മനുഷ്യ സ്നേഹപരമായ, ആത്യന്തികമായി മാനുഷികമായ, ആത്യന്തികമായി ഒരു ആത്മീയമായ ഒരു തലത്തിലൂടെ വികസനത്തെ വളർത്തിയെടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങൾക്ക് അത് സാധ്യമല്ല എന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, ഇത് അവർക്കൊരു പാഠമാകേണ്ടതുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ സുനാമികളും ഭൂകമ്പങ്ങളും അതുപോലുള്ള വലിയ വലിയ ഭീകരമായ കൊടുങ്കാറ്റുകളും മാന്ദ്യങ്ങളും എല്ലാം തന്നെ മനുഷ്യനെ ചിന്തിപ്പിക്കുവാൻ പോകുന്നതാകേണ്ടതുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ തന്നെ ദൈവികമായ നടപടിക്രമങ്ങൾക്കെതിരിൽ നീങ്ങിയതിന്റെ ഫലമായി, പ്രകൃതിയുടെ നിയമങ്ങൾക്കെതിരിൽ നീങ്ങിയതിന്റെ ഫലമായി പ്രകൃതി അഥവാ ദൈവം തമ്പുരാൻ തന്നെ ഇടപെടുകയല്ലേ ചെയ്യുന്നതെന്ന് ന്യായമായും ആലോചിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അവസാനമായി പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. അദ്ദേഹം പറഞ്ഞു, പ്രകൃതിയുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, ദൈവികമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരും പ്രകൃതിയുടെ നിയമങ്ങളെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരും ദൈവത്തിന്റെ നിയമങ്ങൾ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരും അവരുടെ രണ്ടുപേരുടെയും ഉദാഹരണം ഒരു കപ്പലിൽ യാത്ര ചെയ്ത ആളുകളെ പോലെയാണ്. കപ്പലിൽ കുറെ ആളുകൾ താഴെത്തട്ടിലും കുറെ ആളുകൾ മേലെത്തട്ടിലുമാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. താഴെത്തട്ടിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യത്തിന് വെള്ളമെടുക്കാൻ മേലേത്തട്ടിലേക്ക് നടന്നു പോകണം. കോണി കയറി മേലേത്തട്ടിലെത്തി വേണം വെള്ളമെടുത്തു കൊണ്ടുവരുവാൻ. അവരുടെ കൂട്ടത്തിൽ ഒരുത്തൻ ആലോചിച്ചു, എന്തിനാണ് വെള്ളമെടുക്കാൻ വേണ്ടി മേലേത്തട്ടിലേക്ക് പോകുന്നത്? നമ്മുടെ ഈ പലകയുടെ ചൂട്ടിൽ വെള്ളമുണ്ടല്ലോ, ഈ പലക ഒന്ന് ഇളക്കിയാൽ മതിയാവുകയില്ലേ, നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടുമല്ലോ. അങ്ങനെ പലക ഇളക്കും. പലക ഇളക്കാൻ ഒരുത്തൻ മുന്നോട്ട് വരുമ്പോൾ ആരെങ്കിലും അവന്റെ കൈപിടിക്കാൻ മുന്നോട്ട് വന്നാൽ അവനും ആ കപ്പലിലുള്ളവരും രക്ഷപ്പെടും, അല്ലെങ്കിൽ അവനും ആ കപ്പലിലുള്ളവരും മുങ്ങി നശിച്ചു പോകും. ഇതാണ് പ്രകൃതിയുടെ നിയമങ്ങൾ, ദൈവത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരും ദൈവത്തിന്റെ നിയമങ്ങൾ ധിക്കരിക്കുന്നവരുടെ ഉദാഹരണം എന്ന് പറഞ്ഞ പ്രവാചകൻ പറഞ്ഞു. സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധർമ്മത്തിനെതിരിൽ മൗനം പാലിക്കുന്നവൻ ഊമയായ പിശാചാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഈ സദസ്സിനോട്, താൽക്കാലികമായ വികാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട്, ഒരുപക്ഷെ ഈ സദസ്സും ഈ സന്ദർഭവും നമുക്ക് നൽകുന്ന ഒരാവേശ വികാരം മാറ്റിവെച്ചുകൊണ്ട്, നമ്മുടെ രാജ്യം ഒരു മുങ്ങുന്ന കപ്പലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം, ഈ രാജ്യത്തെ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിടി കൊള്ളക്കാർ ഈ നാട്ടിലെ, ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കുന്ന തരത്തിൽ അതിഭീകരമായ ഒരു കൊള്ളയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശക്തമായി മുന്നോട്ട് വരാൻ സാധിക്കേണ്ടതുണ്ട്. ഞങ്ങളിത് സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ, ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ, ഈ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ മുന്നോട്ട് വരാൻ സാധിക്കേണ്ടതുണ്ട്. ദൈവികമായ ഉത്തരവാദിത്വം, മാനവികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട്, ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ സഹോദരന്മാർക്ക് ഈ സദസ്സ് പിരിയാൻ സാധിക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഇവിടെ കാണാൻ സാധിച്ച, ഇവിടെ അണിനിരന്ന സമരസംഘടനകളുടെ, സമരസഖാക്കളുടെ കൂടെ നിങ്ങൾക്കും മുന്നോട്ട് വരാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് മനുഷ്യവിരുദ്ധമായ,
പ്രകൃതി വിരുദ്ധമായ, ഈ രാജ്യത്തിന്റെ ഭാവിക്ക് ദോഷമായ ഒരു വികസനത്തിനും ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുവാൻ ഈ സമ്മേളനം സഹായകമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.